പ്രിയപ്പെട്ട ഒരാൾ പ്രധാനപ്പെട്ട കാര്യം എടുത്താണ്. അതായത് നമ്മൾ ഇത്തവണ വോട്ട് ചെയ്യാൻ വേണ്ടി പുറത്തുള്ള ആളോട് വരാൻ പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് കമ്പൽ ചെയ്ത് കൊണ്ടുവരുന്നതിനപ്പുറത്ത് ഇത്തവണത്തെ വോട്ടിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള വലിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഗൾഫിലെ ആളുകൾക്ക് വരാൻ പറയുമ്പോൾ വലിയ പ്രയാസമാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ടിക്കറ്റ് ഫെയറൊക്കെ വലിയ പ്രശ്നമാണ്. ഫെയറൊക്കെ ഹൈ റോക്കറ്റഡാണ്. പക്ഷേ ഇന്ത്യക്കകത്തുള്ള ആളുകൾ ഏത് ഭാഗത്തായിരുന്നാലും വന്ന് അവരുടെ മണ്ഡലത്തിൽ അവരുടെ വോട്ട് നിർബന്ധമായി ചെയ്തിരിക്കണമെന്നൊരു സന്ദേശം നമ്മളെല്ലാ ആൾക്കും കൈമാറണം. കാരണം വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഇത്തവണ ഈ ഡി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ടും വന്ന് വോട്ട് ചെയ്യാത്ത ആളുകൾ, ആ ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാരണവശാലും നമ്മുടെ ആരുടെയും പേര് ആ ലിസ്റ്റിനകത്ത് ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും വേണ്ടി പറയാണ്, ഭാവിയിൽ പൗരത്വത്തിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. SIR ഒക്കെ ആ രീതിയിൽ വലിയ വിവാദം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. പട്ടികയിൽ വോട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരേ വീട്ടിലുള്ള പല ആളുകളുടെയും വോട്ട് പലയിടത്താണ്. ചില ആൾക്ക് ഏതോ ബൂത്തിലൊക്കെ വോട്ട്, ഏതോ വീട്ടിൽ വോട്ട്. പക്ഷെ പട്ടികയിൽ വോട്ടുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ ഉണ്ട് എന്നാണെങ്കിൽ ആശ്വാസകരമാണ്. അത് പിന്നീട് നമുക്ക് യഥാർത്ഥ സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ തരുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടാവുക എന്നുള്ളതാണ് വിഷയം. നമ്മൾ വണ്ടിയിൽ എവിടെയെങ്കിലും കയറുക എന്നുള്ളതാണ്. എല്ലാവരും ഒന്നിച്ചാവണം എന്നുള്ളതല്ല. എന്നാൽ പിന്നെ എന്ത് ചെയ്യുക, സൗകര്യം പോലെ എല്ലാവർക്കും ഒന്നിച്ചെത്താനുള്ള സാഹചര്യം, കമ്പാർട്ട്മെൻറ്റിൽ എത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കുക. അതുപോലെ പട്ടികകത്ത് എല്ലാവരുടെയും വോട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ വലിയൊരു വിഷയമാണ്. അപ്പോൾ ആ തരത്തിൽ വോട്ടുണ്ട് എന്നുറപ്പ് നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നിർബന്ധമായിട്ടും ഇത്തരത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. SIR ശേഷമുള്ള ആദ്യ ഇലക്ഷൻ കമ്മീഷൻ്റെ തിരഞ്ഞെടുപ്പ് എന്നാൽ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് എന്നല്ല പറയുക, അത് നമ്മൾ തദ്ദേശമായിട്ട് നടത്തുന്ന തിരഞ്ഞെടുപ്പാണ്. അതിൻ്റെ പട്ടിക ഈ പട്ടികയിൽ കണക്കൂട്ടുകയും ചെയ്യില്ല. ലോക്സഭയും രാജ്യസഭയും ലോക്സഭയും നിയമസഭയുമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പട്ടിക. അപ്പോൾ പട്ടികയിൽ വോട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യുക, വന്നിട്ട് ആ വോട്ട് ചെയ്യുക. എന്ത് വില കൊടുത്തു എവിടെ നിന്നാണെങ്കിൽ വരിക, അല്ലെങ്കിൽ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒന്നുകൂടെ പറയുന്നു, പട്ടികയിൽ വോട്ടുണ്ടായിട്ടും വോട്ട് ചെയ്യാത്ത ഡി വോട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ നമ്മുടെ പേരില്ലാതെ വരാൻ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അങ്ങനെ വന്നാൽ പിന്നീട് ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്ന കാര്യം കോയമ്പത്തൂരും കോയമ്പത്തൂരും ബാംഗ്ലൂരിലും ബോംബെയിലും ഡൽഹിയിലൊക്കെയുള്ള പല പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾ ജീവിതായോധനം തേടി പോയിട്ടുണ്ട്. അവർ അവിടെ വോട്ടുണ്ടെങ്കിൽ ഉള്ള സമയത്ത് ചെയ്യാൻ, ഇവിടെ വോട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വന്ന് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ കാര്യം ഇവിടെ പറയാം. സാധാരണഗതിയിൽ നമ്മൾ എന്തിപ്പോൾ പോകുന്നു, രാഷ്ട്രീയക്കാർക്ക് വേണ്ടേ നമ്മൾ പോകേണ്ട ആവശ്യമില്ല, വണ്ടിയൊന്നുമില്ല, ബസ്സൊന്നും ഏൽപ്പിച്ചിട്ടില്ല, പൈസ കൊടുത്തൊന്നും പോകാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന സാഹചര്യം പൊതുവെ നമുക്കിടയിൽ സാധാരണമാണ്. ഈ ഇലക്ഷനിൽ ആ ചിന്ത വേണ്ട. നമ്മൾ വന്ന് നിർബന്ധമായിട്ടും വോട്ട് ചെയ്യുക. ആ സൗകര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കും. ഇൻ കേസ് അത്ര സൗകര്യം ഇല്ല എങ്കിൽ പോകണ്ട എന്ന് തീരുമാനിക്കരുത്. ഡെഫിനറ്റ്ലി ഷുഡ് കം ആൻഡ് കാസ്റ്റ് യുവർ വോട്ട്സ് ദിസ് ടൈം. അതർവൈസ് വിൽ ബി ഇൻ ട്രബിൾ ഇൻ ഫ്യൂച്ചർ. അവർ നെയിംസ് ഷുഡ് നോട്ട് ബി ദെയർ ഇൻ ദി വോട്ടേഴ്സ് ലിസ്റ്റ്. ആ കാര്യം ശ്രദ്ധിക്കുക പ്ലീസ്.